ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് മീഷോയിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ട കുറച്ച് ചിക്കൻ കാരി സ്ട്രൈറ്റ് കൂത്തി കളക്ഷൻ ആയിട്ടാണ് കേട്ടോ. ഞാനൊരു 4 കൂത്തിയാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ഒരെണ്ണം ക്യാൻസൽ ആയിപ്പോയി. ഇപ്പോൾ 3 കൂത്തീസ് ആണ് ഉള്ളത്. ദെൻ ഒരു പാൻസും ആണ്, ചിക്കൻ കാരി ടൈപ്പിൽ വരുന്ന ഒരു പാൻസും ആണ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ 4 കളക്ഷനാണ് ഇന്ന് ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ. നോർമൽ ഒരു സ്ട്രൈറ്റ് കൂത്തിയാണ്. അപ്പോൾ കോമൺ ആയിട്ടുള്ള ഒരു കളേഴ്സ് തന്നെയാണ് ഇത്തവണ ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. കോമൺ ആയിട്ടെന്ന് പറയുമ്പോൾ ബ്ലാക്ക്, വൈറ്റ് ആൻഡ് മെറൂൺ കളർ, ഈ 3 കളേഴ്സിൽ വരുന്ന ചിക്കൻ കാരി കൂത്തീസ് ആണ് ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ. അതും മീഷോയിൽ നിന്ന് തന്നെയാണ് ₹500. അപ്പോൾ എന്തായാലും നമുക്ക് ഡയറക്റ്റ് നമ്മുടെ പ്രൊഡക്ട്സ് കാണാം. കളക്ഷൻ എന്ന് പറയുന്നത് ഇതേ കാണുന്ന വൈറ്റ് കളറിൽ വന്നിട്ട് ജോർജറ്റ് ഫാബ്രിക്കിൽ വന്നിട്ടുള്ള ഒരു ചിക്കൻ കാരി കൂത്തിയാണ് കേട്ടോ. ഇതാണ് എംബ്രോയിഡറി വർക്ക് ആയിട്ട് വരുന്നത് കേട്ടോ. നെക്ക് വന്നിട്ട് റൗണ്ടിൽ ഒരു വേ കട്ടിങ്ങും ദെൻ സെൻട്രൽ പോർഷനിൽ ഒരു ലോക്കും ഇവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് നെക്ക് വന്നിട്ടുള്ളത്. ദെൻ ഡിസൈൻ വേസ് എംബ്രോയിഡറി വർക്ക് ആയിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. സെൻട്രൽ പോർഷനിൽ വേറെ തന്നെ ഡിസൈൻ ആണ്. ദെൻ 2 സൈഡിലും കുഞ്ഞ് ഒരു ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഈ ഒരു വർക്ക് എന്ന് പറയുന്നത് ഫ്രണ്ട് പോർഷൻ മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്ക് കംപ്ലീറ്റ്ലി പ്ലെയിൻ ആണ്. ദെൻ ഇതിൽ ലൈനിങ് വന്നിട്ടുണ്ട് കേട്ടോ. സ്ലീവിൽ ലൈനിങ് വരുന്നില്ല. സ്ലീവ് ഒരു 3/4 സ്ലീവ് ആണ്. സ്ലീവിന്റെ ഈ ഒരു ബോട്ടം പോർഷനിലായിട്ടും ഇവര് എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതാണ്. ദെൻ അത്യാവശ്യം നല്ല ലെങ്ത്തും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ടോപ്പിന്റെ ബോട്ടം പോർഷനിലായിട്ട് ഇങ്ങനെയാണ് വർക്ക് വന്നിട്ടുള്ളത്. ഓക്കെ, ഞാൻ സ്റ്റൈൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അത്യാവശ്യം നല്ല ലെങ്ത്തിൽ തന്നെയാണ് നമുക്ക് ലൈനിങ് ഒക്കെ തന്നിട്ടുള്ളത് കേട്ടോ. നല്ല ക്വാളിറ്റി ലൈനിങ് ആണ്. ജോർജറ്റ് ഫാബ്രിക്കും കുഴപ്പമില്ലാത്ത തിരക്കേടില്ലാത്ത നല്ലൊരു ഫാബ്രിക് ആണ് ഇതിനും വന്നിട്ടുള്ളത് കേട്ടോ. നല്ലൊരു കളക്ഷൻ തന്നെയാണ്. അത്യാവശ്യം നല്ല ലെങ്ത്ത് കിട്ടുന്നുണ്ട്. ഞാൻ മീഡിയം സൈസിലാണ് പർച്ചേസ് ചെയ്തത്. എനിക്ക് അത്യാവശ്യം നല്ല ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ. ഞാൻ 5.1 ആണ് എൻ്റെ ഹൈറ്റ് വരുന്നത്. അപ്പം എനിക്കിത് പെർഫെക്റ്റ് ആണ് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. നെക്ക് കുറച്ച് കയറിയിട്ടാണ്. എനിക്ക് അങ്ങനെ കയറിയിട്ടുള്ള നെക്കിനോട് വലിയ താല്പര്യമില്ല. ആ ചെറിയൊരു കുറവ് മാത്രം ഒഴിച്ച് അതർവൈസ് ഇത് അടിപൊളിയാണ്. നിങ്ങൾക്ക് എന്തായാലും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇങ്ങനത്തെ ഒരു കളക്ഷൻ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കുന്നത് നല്ല തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് പറയും. അതുപോലെ തന്നെ ഇതിന്റെ ഒത്തിരി കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ. അതിൽ ബ്ലാക്ക് ഞാൻ പർച്ചേസ് ചെയ്തത് കറക്റ്റ് ഇത് തന്നെയാണ്, ഒരു മാറ്റമില്ല. ഞാൻ നെക്ക് ചെറിയ രീതിയിലൊരു വ്യത്യാസം ഉണ്ടായിരുന്നു. നെക്ക് കണ്ടിട്ടാണ് ഞാൻ പർച്ചേസ് ചെയ്തത്. നെക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ലോക്ക് വരുന്നില്ലായിരുന്നു. പക്ഷെ നമ്മുടെ കയ്യിൽ കിട്ടിയപ്പോൾ സെയിം നെക്ക് തന്നെയാണ് കേട്ടോ. ഈ ലോക്ക് വന്നിട്ടുള്ള ഒരു ടൈപ്പ് നെക്ക് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ആ ഒരു വ്യത്യാസം ഒഴിച്ച് ബാക്കി ഓവറോൾ ഈ ഒരു കളക്ഷൻ തന്നെയാണ് കേട്ടോ. ഒരു മാറ്റമില്ല. ഞാൻ ആ ഒരു നെക്കിൻ്റെ ഒരു ഡിഫറൻസ് വരും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ നമ്മുടെ കയ്യിൽ കിട്ടിയപ്പോൾ സെയിം തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. കളർ ചേഞ്ച് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ ബ്ലാക്കിൽ വന്നിട്ട്. ദെൻ മെറൂൺ ആവുമ്പം അതിൻ്റെ എംബ്രോയിഡറി വർക്കിൽ കുറച്ച് വ്യത്യാസങ്ങൾ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണ്. ഏതാ വേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് ചൂസ് ചെയ്ത് എടുക്കാവുന്നതാണ് കേട്ടോ. ദെൻ ഇതിൻ്റെ സൈസസ് എന്ന് പറയാൻ സ്മോൾ ടു XXL വരെ അവൈലബിൾ ആണ്. ജോർജറ്റ് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത്. ബാക്കി ഡീറ്റെയിൽ എന്ന് പറയാൻ ഇതിന്റെ പ്രൈസ്, ഇത് ഞാൻ മീഷോയിൽ നിന്ന് 320 പർച്ചേസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. വേർത്ത് ആണ്. ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാൻ നല്ലൊരു കളക്ഷൻ ആണ്. നല്ലൊരു ഫാബ്രിക്കിൽ കുഴപ്പമില്ലാത്ത തിരക്കേടില്ലാത്ത നല്ല ലെങ്ത്തും നല്ലൊരു ഡിസൈനും ഒക്കെ കൂടിയിട്ടുള്ള നല്ലൊരു എംബ്രോയിഡറി വർക്കോട് കൂടിയിട്ടുള്ള നല്ലൊരു ചിക്കൻ കാരി കുർത്തിയാണ്. ദെൻ പ്യുവർ വൈറ്റ് ആണ് കേട്ടോ. പ്യുവർ വൈറ്റിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ. ഇനി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് കളക്ഷൻ കാണാം. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് കളക്ഷൻ എന്ന് പറയുന്നത് ബ്ലാക്ക് ആണ് കേട്ടോ. ബ്ലാക്ക് ആണ്. ദെൻ സെയിം പാറ്റേൺ ആണ്, ഒരു മാറ്റവുമില്ല. സെയിം വർക്കാണ് ഇതിന് വന്നിട്ടുള്ളത് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും. എംബ്രോയിഡറി വർക്കൊക്കെ സെയിം ആണ് വന്നിട്ടുള്ളത്. കളറിൽ വ്യത്യാസം ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഞാൻ എടുത്തത് നെക്കിൽ വ്യത്യാസം ഉണ്ടായിരുന്നു. ഞാൻ പിക്ചറിൽ കണ്ടപ്പോൾ നെക്ക് ഇവിടെ ഈ ഒരു ലോക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. റൗണ്ടിൽ വി കട്ടിങ് മാത്രമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു വ്യത്യാസം കണ്ടിട്ട് ഞാനൊരു ബ്ലാക്കും കൂടി എടുക്കാമെന്ന് വിചാരിച്ച് എടുത്തതാണ്. പക്ഷെ കൈ കിട്ടിയപ്പോൾ സെയിം ആണ്, ഒരു മാറ്റമില്ല. ദെൻ സ്ലീവ് 3/4 സ്ലീവ് ആണ്. വിത്തൗട്ട് ലൈനിങ് ആണ് സ്ലീവിൽ വന്നിട്ടുള്ളത്. അതർവൈസ് നമുക്ക് ബോഡി പോർഷനിൽ ലൈനിങ് വരുന്നുണ്ട്. അത്യാവശ്യം ലെങ്ത്തോട് കൂടിയിട്ടുള്ള ലൈനിങ്ങും ലെങ്ത്തോട് കൂടിയിട്ടുള്ള ഒരു കൂത്തിയാണ് കിട്ടിയിട്ടുള്ളത്. സ്ലിറ്റഡ് ആണ് കേട്ടോ. നല്ലൊരു ചിക്കൻ കാരി ടൈപ്പ് കൂത്തിയാണ്. ബാക്ക് കംപ്ലീറ്റ്ലി പ്ലെയിൻ ആണ് കേട്ടോ. ഇതാണ് ഇതിന്റെ ഓവറോൾ വ്യൂ എന്ന് പറയുന്നത്.
ദെൻ ഇതിന്റെ ഡീറ്റെയിലേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഞാൻ മീഡിയം സൈസ് ആണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ഒത്തിരി കളേഴ്സ് അവൈലബിൾ ആണ് ഈ സൈറ്റിലും. അതുപോലെ തന്നെ സ്മോൾ ടു XXL വരെയാണ് ഇതിന്റെ അവൈലബിൾ ആയിട്ടുള്ളത്. സെയിം ജോർജറ്റ് ഫാബ്രിക് തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഫാബ്രിക് വൈസ് ഓക്കെ ആണ്, ദെൻ ഡിസൈൻ വൈസ് ഓക്കെ ആണ് കേട്ടോ. പിന്നെ ഇത് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത് 297 കേട്ടോ. വൈറ്റിന് കുറച്ച് ഡിമാൻഡ് ഉള്ളത് കൊണ്ട് തന്നെ 300 സംതിങ് ആണ്. ദെൻ മെറൂണിനാണെന്നുണ്ടെങ്കിൽ കുറച്ച് റേറ്റ് കൂടുതലാണ്. ഇതിന് 297 വരുന്നുള്ളൂ. ബ്ലാക്ക് കോമൺ ആണല്ലോ, കൂടുതലായിട്ടും കിട്ടുന്ന ഒരു കളറും കൂടിയാണ് ഈ ഒരു ബ്ലാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 297 ബ്ലാക്കിന് വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാനുള്ളത്. എന്തായാലും സ്റ്റൈൽ ചെയ്തിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് പറയാം. ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റ് കളക്ഷൻ കാണാം. നെക്സ്റ്റ് കളക്ഷൻ ആയിട്ട് പറയാനുള്ളത് മെറൂൺ ആണ് കേട്ടോ. മെറൂൺ കളറിൽ വന്നിട്ടുള്ള ഒരു ചിക്കൻകാരി സ്ട്രൈറ്റ് കൂത്തിയാണ് വന്നിട്ടുള്ളത്. ഡിസൈൻ വൈസ് വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ കാണിച്ചു തന്ന 2 കളറിനെ അപേക്ഷിച്ച് ഡിസൈൻ വൈസ് ഡിഫറെന്റ് ആണ്, നിങ്ങൾക്ക് കാണുമ്പോൾ പറയാൻ പറ്റും. ദെൻ നെക്ക് ആണെന്നുണ്ടെങ്കിലും റൗണ്ടിൽ കുഞ്ഞൊരു വി കട്ടിങ് ആണ് കേട്ടോ. ഓവർ ആയിട്ടൊന്നുമില്ല, കുഞ്ഞൊരു വി കട്ടിങ് ആണ് ഇതിന് വന്നിട്ടുള്ളത്. കംപ്ലീറ്റ്ലി ഈ ഒരു ഡിസൈനിലാണ് എംബ്രോയിഡറി വർക്ക് ചെയ്തിട്ടുള്ളത്. ഇടയ്ക്കൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് സീക്വൻസസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെയൊക്കെ. ദെൻ സ്ലീവ് വന്നിട്ട് 3/4 സ്ലീവ് ആണ്. സ്ലീവിൻ്റെ ഈ ബോട്ടം പോർഷനിലായിട്ടും അവർ എംബ്രോയിഡറി വർക്കും സീക്വൻസും ഒക്കെ കൊടുത്തിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കംപ്ലീറ്റ്ലി വിത്തൗട്ട് ലൈനിങ് ആണ് സ്ലീവിൽ വന്നിട്ടുള്ളത്. ബോഡി പോർഷനിൽ ലൈനിങ് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ലെങ്ത് വൈസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ കാണിച്ചു തന്ന 2 കൂത്തിനെ അപേക്ഷിച്ച് ലെങ്ത് കുറച്ച് കുറവാണ്. ദെൻ ലൈനിങ് വരുന്നുണ്ട്. ലൈനിങ് ആണെന്നുണ്ടെങ്കിലും ചെറിയ രീതിയിൽ ഒരു കയറിയിട്ടാണ് ലൈനിങ് കിടക്കുന്നത് കേട്ടോ. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ സ്റ്റൈൽ ചെയ്യുമ്പോൾ എങ്ങനെ ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ദെൻ ബാക്ക് കംപ്ലീറ്റ്ലി പ്ലെയിൻ ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഓവർവ്യൂ എന്ന് പറയാം. നല്ലൊരു കളക്ഷൻ, നല്ലൊരു കളറാണ്. ഈ കളർ റെയർ ആയതുകൊണ്ട് തന്നെ മെറൂണ് പ്രത്യേകിച്ച് ഒരു പ്രത്യേക ഒരു ഭംഗിയല്ലേ മെറൂണിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് റെയർ ആണ്. റെയർ ആയതുകൊണ്ട് തന്നെ ഇതിന് കുറച്ച് പ്രൈസ് കൂടുതലാണ് കേട്ടോ. നേരത്തെ കാണിച്ചു തന്ന 2 കളക്ഷനെ അപേക്ഷിച്ച് കുറച്ച് റേറ്റ് കൂടുതലാണ്. ഇത് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത് 348 കേട്ടോ. ദെൻ ഇതും ജോർജറ്റ് ഫാബ്രിക് തന്നെയാണ്, തിരക്കേടില്ലാത്ത നല്ലൊരു ഫാബ്രിക് തന്നെയാണ്. ഇതിൻ്റെ 3 കളേഴ്സ് അവൈലബിൾ ആണ്. ഒന്ന് മെറൂൺ, ദെൻ റെഡ്, ദെൻ ബ്ലൂ. ഇത്രയും കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ദെൻ ഈ ഒരു കളർ ഇപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ് കേട്ടോ. ഇപ്പോൾ സ്റ്റോക്ക് ഇല്ല. റെഡും ബ്ലൂവും സ്റ്റോക്ക് കാണുന്നുണ്ട്. മെറൂണിൻ്റെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ്. ഞാൻ പറഞ്ഞല്ലോ ഇത് റെയർ ആണ്, കിട്ടാൻ കുറച്ച് പണിയാണ്. പക്ഷേ സ്റ്റൈൽ ചെയ്യുമ്പോൾ അടിപൊളിയാണ് കേട്ടോ. എന്തായാലും ഞാൻ ഉള്ള ലിങ്ക് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. മെറൂണിൻ്റെ എന്തായാലും എടുക്കാൻ പറ്റില്ല, പക്ഷേ അതേ സൈറ്റിൽ തന്നെയാണ് റെഡും നേവി ബ്ലൂ ഉള്ളത്. അതിൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് നോക്കിയിട്ട് എടുക്കാവുന്നതാണ്. മെറൂൺ വേണമെന്നുണ്ടെങ്കിൽ ആ സൈറ്റിൽ തന്നെ ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ളത്. ദെൻ ലാസ്റ്റ് കളക്ഷൻ ആയിട്ട് ഒരു പാൻസ് ആണ്. വൈറ്റ് കളറിൽ എംബ്രോയിഡറി വർക്കോട് കൂടിയിട്ടുള്ള ഒരു പാൻസ് ആണ് ഞാൻ നെക്സ്റ്റ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഇതാണ് കേട്ടോ, ഈ ഒരു കളക്ഷനാണ്. കംപ്ലീറ്റ്ലി എംബ്രോയിഡറി വർക്കാണ്. ഇതൊരു ചിക്കൻകാരി പ്ലാസോ പാൻസ് ആണ് കേട്ടോ. ഇങ്ങനെയാണ് സെയിം നമ്മുടെ നേരത്തെ കാണിച്ചിരുന്ന കൂത്തിയുടെ ഒക്കെ ഏകദേശം മോഡലാണ്. അതിൻ്റെ ഒപ്പം നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ്. ആ വൈറ്റിൻ്റെ ഒപ്പം കറക്റ്റായിട്ട് നമുക്കത് സ്റ്റൈൽ ചെയ്യാം കേട്ടോ. കംപ്ലീറ്റ്ലി വൈറ്റ് കോസ്റ്റ്യൂം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ സ്റ്റൈൽ ചെയ്യാം. ഈ ഒരു പാൻസും ആ വൈറ്റും കൂടിയിട്ട് നമുക്ക് സ്റ്റൈൽ ചെയ്യാം. ദെൻ മെറൂണിൻ്റെ ഒപ്പം നമുക്ക് സ്റ്റൈൽ ചെയ്യാവുന്നതാണ് കേട്ടോ. നല്ലൊരു പാൻസ് തന്നെയാണ്. പക്ഷേ എനിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വിത്തൗട്ട് ലൈനിങ് ആണ്. വൈറ്റ് എന്ന് പറയുമ്പോൾ കുറച്ചധികം ഇതൊരു കോട്ടൺ ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത്. മാത്രമല്ല ഇത് വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു കോട്ടൺ ഫാബ്രിക് ആണ്. നല്ല രീതിയിൽ നിഴലടിക്കും. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, എൻ്റെ കൈ ഇതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ നല്ല രീതിയിൽ നിഴലടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ഇടാണ്ട് നമുക്ക് ഈ ഒരു പാൻസ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ലൈനിങ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയേനെ എന്ന് തോന്നി. പക്ഷേ ഈ ഒരു പ്രൈസിന് ഇത് വേർത്താണ് കേട്ടോ. ഈ ഒരു ബോട്ടം പോർഷനിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇങ്ങനെയാണ്, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഓവർവ്യൂ എന്ന് പറയുന്നത്. നല്ലൊരു കളക്ഷൻ തന്നെയാണ്. ഇലാസ്റ്റിക് ആണ് കേട്ടോ. ദെൻ ഇവിടെ എക്സ്ട്രാ വള്ളിയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ സൈസ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. എൻ്റെ നോർമലി മീഡിയം സൈസിലാണ് ഞാൻ ഡ്രസ്സസൊക്കെ പർച്ചേസ് ചെയ്യാറ്. പാൻസിൻ്റെ സൈസ് ഞാൻ 34 ആണ് പർച്ചേസ് ചെയ്തത്. എനിക്ക് കറക്റ്റ് ഫിറ്റാണ്. ദെൻ കറക്റ്റ് ലെങ്ത്തും എനിക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെയാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫ്ലെയർഡോടൊക്കെ കൂടിയിട്ടുള്ള ഒരു നല്ലൊരു കളക്ഷനാണ്. ഇതിൻ്റെ ഒരു കുറവെന്ന് പറയാൻ നിഴലടിക്കുന്നുണ്ട് എന്നുള്ളൊരു കുറവാണ്. പക്ഷെ അടിയിലൊരു വൈറ്റ് പാൻറ്റ് വേറെ തന്നെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെയർ അടിയിൽ നമുക്ക് ഇട്ടതിന് ശേഷം ഇത് സ്റ്റൈൽ ചെയ്യാവുന്നതാണ്. ഓക്കെ,
അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഓവർവ്യൂ എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ അറിയാനാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ഒരു കോട്ടൺ ഫാബ്രിക്കിലാണ്. സൈസ് 24 to 40 സൈസ് വരെ അവൈലബിൾ ആയിട്ടുണ്ട്. ദെൻ കോട്ടൺ ഫാബ്രിക്കിൽ ഒരു ഫുൾ എംബ്രോയിഡറി വർക്കോട് കൂടിയിട്ടുള്ള ഒരു ചിക്കൻകാരി കൂത്തിയാണ്. ദെൻ ഇതിൻ്റെ വേറെയും കളേഴ്സ് അവൈലബിൾ ആണ്. ഗ്രേ, ബ്ലൂ, പിങ്ക്, യെല്ലോ, ക്രീം എന്ന് പറഞ്ഞ പോലുള്ള ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ. നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതാ വേണ്ടത് വെച്ചാൽ എടുക്കാവുന്നതാണ്. ബ്ലാക്ക് മാത്രം ഈ ഒരു സൈറ്റിൽ കാണുന്നില്ല, വേറെ സൈറ്റിലൊക്കെ ഉണ്ട്. ബ്ലാക്ക് ഇതിൽ കാണുന്നില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇത് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. മീഷോയിൽ നിന്ന് 186-നാണ് ഇത് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. 186-ന് ഇത് വേർത്താണ് കേട്ടോ. ലൈനിങ് ഇല്ലാന്നേ ഉള്ളൂ, ലൈനിങ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ പ്രൈസ് ഉണ്ടാവും കേട്ടോ. 186 ഉള്ളൂ, ഇത് വേർത്താണ്. ഇപ്പോൾ കുറച്ച് പ്രൈസ് കൂടുതലായിട്ട് കാണുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ 209 ഇപ്പോൾ പ്രൈസ് കാണുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഡിസ്കൗണ്ടഡ് പ്രൈസ് ടൈമിലൊക്കെ പർച്ചേസ് ചെയ്യാവുന്നതാണ്. എന്തായാലും ഇത്തവണ ഞാൻ കംപ്ലീറ്റ്ലി ഒരു ചിക്കൻകാരി ടൈപ്പ് സ്ട്രൈറ്റ് കൂത്തിയാണ് ഞാൻ കാണിച്ചു തന്നിട്ടുള്ളത്. ഈ ഒരു പ്രൈസിന് ഇത് വേർത്താണ്, ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാം. ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും അല്ലെങ്കിൽ ഹെൽപ്ഫുൾ ആയി എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്